പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങളെല്ലാവരും സുരക്ഷിതരല്ലേ? എല്ലാവരും വീടിനുള്ളിൽ സുരക്ഷിതരായിരിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് തന്നിരുന്നല്ലേ? അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതിയായിരുന്നോ? നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? ഉത്തരം കണ്ടെത്തി എഴുതാനായിരുന്നല്ലേ വർക്ക്ഷീറ്റിൽ? എന്തായിരുന്നു ഉത്തരം? ഏതൊക്കെ പേരിലാണ് ശ്രീരാമൻ ലക്ഷ്മണനെ അഭിസംബോധന ചെയ്തത്? ഇതായിരുന്നു ചോദ്യം. നിങ്ങൾ എഴുതിയോ? ഏതൊക്കെ പേരിലായിരുന്നു ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചത്? വത്സ. വത്സ എന്ന് വെച്ചാൽ എന്താണ്? പ്രിയപ്പെട്ടവനെ. പിന്നെന്താ? പിന്നെ ഏത് പേരിലാണ് വിളിച്ചത്? സൗമിത്രേ. സൗമിത്രേ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ശരിയാ, പറഞ്ഞോളൂ. സുമിത്രയുടെ പുത്ര. വേറെ ഏത് പേരില്ല? ഒരു പേരിലും കൂടെ വിളിച്ചില്ലേ? ഏത് പേരിലായിരുന്നു? കുമാര. നീ കുമാരനാണ്. അങ്ങനെ വത്സ, സൗമിത്രേ, കുമാര എന്നീ പേരുകളിലായിരുന്നു ശ്രീരാമൻ ലക്ഷ്മണനെ അഭിസംബോധന ചെയ്തത്, അല്ലേ? വിളിച്ചിരുന്നത്. നിങ്ങൾ ഈ ഉത്തരങ്ങൾ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? ശരി. രണ്ടാമത്തെ ചോദ്യം ഏതായിരുന്നു? നോക്കിക്കേ. മനസ്സിൽ നിന്ന് ഏത് ശത്രുവിനെ കളയണമെന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്? ഏത് ശത്രുവിനെ മനസ്സിൽ നിന്ന് കളയണമെന്നായിരുന്നു പറഞ്ഞത്? ശരിയാ, കോപം എന്ന ശത്രുവിനെ, അല്ലേ? കോപം എന്ന് വെച്ചാൽ ക്രോധം, ദേഷ്യം. ശ്രീരാമൻ വനവാസത്തിന് പോകുന്നതിന് രോഷം കൊണ്ട് നിൽക്കുക, അല്ലേ ലക്ഷ്മണൻ? അപ്പോൾ ആ ദേഷ്യം അടക്കാനാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്. ശരി. നിങ്ങളും ഈ ഉത്തരങ്ങൾ തന്നെയല്ലേ എഴുതിയിട്ടുള്ളത്? ലക്ഷ്മണന് കോപം ഉണ്ടാകാൻ കാരണം എന്താണ്? ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് എത്തിയ ലക്ഷ്മണൻ ആരോടാ കോപിച്ചത്? പിതാവായ ദശരഥ മഹാരാജാവിനോടും കൈകേയിയോടും കോപം പൂണ്ട് നിൽക്കുകയാണ്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അതൊക്കെ പഠിച്ചതായിരുന്നു, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച വരികളുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിരുന്നോ? മനസ്സിലായല്ലേ? ഈ ക്ലാസ്സിലും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വരികളുടെ തുടർച്ച തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച വരികൾ ഒന്നുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ശരിയെങ്കിൽ. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയം, എങ്കിലും ഒന്നിതു കേൾക്ക നീ. ഈ വരികളുടെ അർത്ഥം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ? ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപത്തോടെ എത്തിയ ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയാണല്ലേ? ശ്രീരാമൻ്റെ ഉപദേശം കേട്ട ദേഷ്യമൊക്കെ മാറി ക്ഷമാപൂർവം ജ്യേഷ്ഠനായ ശ്രീരാമനെ അനുസരിക്കാനായിട്ട് ലക്ഷ്മണൻ തയ്യാറാവുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വരികളുടെ, അതിൽ ഈ പാഠഭാഗത്തിൻ്റെ സന്ദർഭം. ശരി. ഇനി അടുത്ത 8 വരികളുടെ അർത്ഥം കൂടെ, ആശയം കൂടെ നമുക്ക് ഒന്ന് നോക്കാം. വരികൾ നിങ്ങൾ കേട്ടോളൂ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതത്പ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാ
വഹ്നി സന്തപ്തലോഹസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. കവിതയുടെ വരികൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഈ വരികൾ ടീച്ചർ ഒന്നുകൂടെ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. നിങ്ങളും അത് ഏറ്റു ചൊല്ലാൻ ശ്രമിക്കണം കേട്ടോ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേനെ നഷ്ടമായുസുമൂർക്ക നീ. വന്നി സന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ വരികൾ തത്വചിന്തയിലേക്കാണ് കടക്കുന്നത്. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഈ വരികളിൽ കവി പറയുന്നത്. ആദ്യത്തെ വരിയിലെ ആശയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതായിരുന്നു ആദ്യത്തെ വരി? ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും. ദൃശ്യം എന്നാൽ എന്താണ് അർത്ഥം? ദൃശ്യം നമ്മൾ സിനിമയൊക്കെ കണ്ടല്ലേ, ദൃശ്യം എന്താണ്? കാണുന്നത്. രാജ്യദേഹാദി എന്നാലോ രാജ്യവും ദേഹവും മനുഷ്യ ശരീരം എന്നാണ്. ഇനി അടുത്ത വരിയിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വിശ്വവും നിശേഷ ധാന്യ ധനാദിയും. വിശ്വം എന്നാൽ എന്താണ്? ലോകം അല്ലേ. ധാന്യ ധനാദി എന്ന് വെച്ചാലോ, ധാന്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഭക്ഷണം. ധനം എന്നാൽ എന്താണ്? സമ്പത്ത്, പണം അല്ലേ. അപ്പോൾ ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആശയം എന്താണ് ഈ വരികളിലെ? ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും. എന്താ ഈ വരികളുടെ അർത്ഥം? ഈ ലോകവും നമ്മളും ധാന്യവും സമ്പത്തും ഒന്നും ശാശ്വതമല്ല അല്ലേ. ഇനി അടുത്ത രണ്ട് വരികൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. അതായത് രാജ്യവും ദേഹവും ധാന്യവും ധനവും എല്ലാം സത്യമാണെങ്കിലും അവ നമുക്ക് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഫലം അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ പ്രളയത്തിലും ഈ മഹാമാരി, കോവിഡ് എന്ന മഹാമാരിയിലുമൊക്കെ സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രളയത്തിൽ എന്താ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഭേദം എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിയേണ്ട വന്നില്ലേ. അതാണ് പറയുന്നത്, ഇതൊക്കെ ഉണ്ടെങ്കിലും, എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ ഭൂമുഖത്തുനിന്ന് പോകേണ്ടവർ തന്നെയാണ്. ഇതൊന്നും ശാശ്വതമല്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഈ 4 വരികൾ നമുക്കൊന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കിയാലോ. ടീച്ചറെ കൂടെ ചൊല്ലണം കേട്ടോ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. അതായത് രാജ്യം ശാശ്വതമായി ആരുടെയും കൈകളിൽ നിൽക്കുമോ? ഇല്ല അല്ലേ. ഭരണം ഇങ്ങനെ മാറി മാറി വരും. അതുപോലെ തന്നെയല്ലേ മനുഷ്യ ശരീരവും. നമ്മുടെ ശരീരം ഇതുപോലെ നിൽക്കുമോ എന്നും? ഇല്ല. ഒരസുഖമോ അപകടമൊക്കെ പറ്റിയാൽ നമ്മുടെ അവസ്ഥ എന്താവും അല്ലേ. നമ്മൾ ഇതുപോലെ തന്നെ എന്നും ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല. കഴിയുമോ നമുക്ക്? ഇല്ല. ഇതുപോലെ തന്നെയാണ് ധനത്തിൻ്റെ കാര്യം. നമുക്ക് ഉണ്ടാകുന്ന സമ്പത്ത് നാളെ അത് നഷ്ടപ്പെടുമോ, ഇല്ലെങ്കിൽ ഇന്ന് സമ്പത്തില്ല, പണമില്ല എന്ന് കരുതി അടുത്ത നമുക്ക് സമ്പത്ത് ഉണ്ടാകാതിരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ അല്ലേ. അതായത് പണക്കാരന് പാവപ്പെട്ടവനുമാകാം,
ധനം ഇല്ലാത്തവന് അതുണ്ടാവാനും ഇടയുണ്ട്. ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഇതൊന്നും ശാശ്വതവുമല്ല എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാമൻ എന്താണ് ലക്ഷ്മണനോട് പറയുന്നത്? ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല. പിന്നെ എന്തിനാണ് ലക്ഷ്മണ നീ മറ്റുള്ളവരെ എതിർത്ത്, നീ എല്ലാവരെയും എതിർത്ത് എന്നെ രാജാവായി വാഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഫലം വേണ്ടേ? അതുകൊണ്ട് നീ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒട്ടും യുക്തമല്ല. ഇതാണ് ഈ വരികളിലെ ആശയം. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ ഉപദേശം ഇതാണ്. അപ്പോൾ ഈ വരികളിലെ ആശയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 4 വരികളിലെ ആശയം ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകി ലെന്തതിനാൽ ഫലം. മനസ്സിലായല്ലോ? ഈ വരികളിലെ ആശയം ടീച്ചർ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞു തരാം. അതായത് രാജ്യം, ദേഹം, ധാന്യം, ധനം ഇതൊന്നും നിലനിൽക്കുകയില്ല. അതിനാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് നാം എന്തിനാണ് മത്സരിക്കുന്നത്? അത് നീ മനസ്സിലാക്കണം ലക്ഷ്മണ. ഈ ഉപദേശമാണ് ജ്യേഷ്ഠനായ ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനോട് പറയുന്നത്. ഇനി അടുത്ത 4 വരികൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ഇതാ കേട്ടോളൂ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനെ നഷ്ടമായുസുമോർക്ക നീ വന്നി സന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഭോഗങ്ങളെന്ന് വെച്ചാൽ എന്താണ്? സുഖങ്ങൾ എന്നാണ് അർത്ഥം. ക്ഷണമെന്ന് വെച്ചാൽ എന്താ? ക്ഷണനേരം എന്ന് പറയത്തില്ലേ? അല്പനേരം. പ്രഭ എന്നാലോ? പ്രഭ, പ്രകാശം. ക്ഷണപ്രഭ എന്നാൽ എന്താ? മിന്നൽ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ, ഇല്ലേ, നമ്മുടെ ലോകത്തിലുണ്ടാകുന്ന എല്ലാ സുഖങ്ങളും അല്പസമയത്തേക്ക് മാത്രമാണുള്ളതാണെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സുഖങ്ങൾ, സന്തോഷങ്ങളെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്, അല്ലേ? നമ്മൾ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ടല്ലേ? എന്തുകൊണ്ടാണ് അതിന് നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ആഘോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ്. പിറ്റേന്ന് ആഘോഷം ഉണ്ടോ? ആഘോഷങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് അന്നത്തേക്ക് വേണ്ടി മാത്രം, പിറ്റേന്നില്ല. ആ സന്തോഷം പിറ്റേന്ന് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും അല്പസമയത്തേക്ക് മാത്രമാണുള്ളത് എന്നാണ് കവി ഇവിടെ പറയുന്നത്. അതിന് കവി ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ഇതെഴുതിയ എഴുത്തച്ഛൻ അതിന് ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. നമുക്ക് അല്പസമയത്തേക്ക് മാത്രമായി പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഏതിൽ നിന്നാണ് എന്ന് പറയാമോ ആർക്കെങ്കിലും? കുറച്ച് സമയത്തേക്ക് മാത്രം പ്രകാശം കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? മിന്നൽ, അല്ലേ? മിന്നൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എത്ര സമയത്തേക്കാണ് ഉണ്ടാകുന്നത്? ഒരുപാട് സമയം കാണുമോ മിന്നൽ? നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മിന്നി മറിയും. ഇതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. മിന്നൽ എങ്ങനെയാണ് വരുന്നത്? പെട്ടെന്ന് വരികയും ചെയ്യും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ സൂര്യപ്രകാശം എങ്ങനെയാണ്? സൂര്യൻ്റെ പ്രകാശം നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ട് കിട്ടും.
അപ്പോൾ കവി ഇവിടെ പറയുന്നത് എന്താണ്? ലോകത്തെ എല്ലാ സുഖങ്ങളും അല്പസമയത്തേക്ക് മാത്രമുള്ളതാണ് എന്നാണ് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. ഇതൊന്ന് നോക്കിക്കോളൂ. ഇത് കണ്ടില്ലേ? ഇതുപോലൊരു വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ മതി നാം ജീവിതത്തിൽ ഉണ്ടാക്കിയതെല്ലാം ഇല്ലാതാവാൻ, അല്ലേ? ഇത് സത്യമുള്ള കാര്യമല്ലേ? സത്യമല്ലേ? നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണല്ലേ? ഇത് തന്നെയാണ് എഴുത്തച്ഛൻ രാമനിലൂടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരികളിലേക്കൊന്ന് പോയാലോ? വേഗേനെ നഷ്ടമായുസ്സുമോർക്ക നീ. സുഖസൗകര്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ കാര്യവും, അല്ലേ? നമുക്കൊരിക്കലും ഒരാളുടെ ആയുസ്സിനെക്കുറിച്ച് പ്രവചിക്കാനാകുമോ? ഒരാൾ ഇത്ര നാൾ വരെ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എത്ര നാൾ ഒരാൾക്ക് ജീവനോടെ ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ ഇന്നയാൾ ഇത്ര നാൾ വരെ ജീവിച്ചിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ശാഠ്യം പിടിക്കാൻ പറ്റുമോ? ഇല്ല. ശ്രീരാമൻ കുറച്ച് കാര്യങ്ങൾ കൂടി ലക്ഷ്മണനോട് പറയുന്നുണ്ട്. അടുത്ത വരിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഏതായിരുന്നു ആ വരി? വന്നി സന്തപ്ത ലോഹസ്താംബുബിന്ദുന. വന്നി എഴുതുന്നത് വഹ്നി എന്നാണെങ്കിലും നമ്മൾ ഉച്ചരിക്കുമ്പോൾ, അത് പറയുമ്പോൾ വന്നി എന്നാണ് പറയുന്നത്. വന്നി എന്നാൽ എന്താണ് അർത്ഥം? അഗ്നി, തീ, അല്ലേ? പിന്നെ സന്തപ്തം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചുട്ടുപഴുത്ത, അല്ലേ? ചുട്ടുപഴുത്ത. ലോഹസ്താംബു ബിന്ദുനാം എന്താണ് അർത്ഥം? ലോഹസ്താംബു ബിന്ദുനാം, ലോഹത്തിൽ വീണ വെള്ളത്തുള്ളി എന്നാണ് അർത്ഥം. അതായത് ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളിക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ കണ്ടോളൂ. ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളിക്ക് എന്താ സംഭവിച്ചത്? അതെങ്ങോട്ട് പോയെന്ന് പോലും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിച്ചോ? പെട്ടെന്നാണല്ലേ വെള്ളം അതിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇനി അടുത്ത വരിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. സന്നിപം എന്ന് വെച്ചാൽ എന്താണ്? തുല്യം. മർത്യജന്മം എന്നാലോ? മർത്യൻ എന്ന് വെച്ചാൽ മനുഷ്യൻ. അപ്പോൾ മർത്യജന്മം എന്ന് വെച്ചാൽ മനുഷ്യജന്മം. ക്ഷണഭംഗുരം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷണഭംഗുരം നിമിഷ നേരത്തെ കൊണ്ട് നശിക്കുന്നത്. ക്ഷണഭംഗുരം എന്ന് വെച്ചാൽ എന്താണ്? നിമിഷ നേരം കൊണ്ട് നശിക്കുന്നത്. അപ്പോൾ അവസാനമായി നമ്മൾ പഠിച്ച 2 വരികളുടെ അർത്ഥം ടീച്ചർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ഏതായിരുന്നു ആ വരികൾ? വന്നി സന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. എന്താണ് അതിനർത്ഥം? സുഖങ്ങളെല്ലാം മിന്നൽ പോലെ പെട്ടെന്ന് വന്ന് മറയുന്നവയാണ്. ആയുസ്സും വേഗത്തിൽ നഷ്ടപ്പെടും. ചുട്ടുപഴുത്ത ഇരുമ്പിൻ വീണ വെള്ളത്തുള്ളി പോലെ ഇല്ലാതാകുന്നതാണ് മനുഷ്യജന്മം എന്നാണ് എഴുത്തച്ഛൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 8 വരികൾ ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കിയാലോ? നിങ്ങൾ വേറ്റ് ചൊല്ലിക്കോളൂ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതത്പ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ
വഹ്നി സന്തപ്തലോഹസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അപ്പോൾ ഇന്ന് പഠിച്ച ഈ 8 വരികളുടെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി ബാക്കിയുള്ള വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പഠിച്ച ക്ലാസ്സിനെ കുറിച്ച് ഒരു വർക്ക്ഷീറ്റ് ടീച്ചർ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതൊന്ന് കണ്ടോളൂ. ഒന്നാമത്തെ പ്രവർത്തനത്തിൽ ഇന്ന് നിങ്ങൾ പഠിച്ച വരികളുടെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമാണ് നിങ്ങൾ എഴുതേണ്ടത്. 2ഉം 3ഉം പ്രവർത്തനങ്ങൾ നിങ്ങൾ ഈ വരികളുടെ ആശയമാണ് എഴുതുകയോ എഴുതാൻ സാധിക്കുന്നവർക്ക് എഴുതുകയും ചെയ്യാം. അത് പറയാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞ് ഓഡിയോ ക്ലിപ്പായിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ശരി കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.